ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില സ്ട്രക്ചേഴ്സാണ്. നമുക്ക് സംസാരിക്കുമ്പോഴായാലും എഴുതുമ്പോഴായാലും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഏതൊക്കെയാണ് ആ സ്ട്രക്ചേഴ്സ് എന്ന് നോക്കാം. ആദ്യത്തേത്, ഒരു സബ്ജക്റ്റ്. ആ സബ്ജക്റ്റിൻ്റെ കൂടെ മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി ചേർക്കുക. പിന്നെ ഒരു ഓബ്ജക്റ്റ് ഉപയോഗിക്കുക. അതായത് സബ്ജക്റ്റ് പ്ലസ് മേ ബി ഓർ മൈറ്റ് ബി പ്ലസ് ഓബ്ജക്റ്റ്. ഇത് എവിടെ ഉപയോഗിക്കും എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സിസ്റ്റർ എവിടെ എന്ന് വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ ഒരു സിസ്റ്ററിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, സിസ്റ്റർ എവിടെ? അവളവിടെ ടി വിയുടെ മുമ്പിലുണ്ടാവും, അവൾ ഗാർഡനിലുണ്ടാവും. നമുക്ക് ഉറപ്പില്ല വീടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ, കാരണം നിങ്ങൾ വേറെ റൂമിലാണ്. അപ്പോൾ സിസ്റ്റർ എവിടെയാണ്? ചിലപ്പോൾ ടി വി ഇരിക്കുന്ന റൂമിലിരുന്ന് ടി വി വാച്ച് ചെയ്യുകയാണോ, അതല്ലെങ്കിൽ ഗാർഡനിലാണോ എന്നൊന്നും നിങ്ങൾക്ക് വ്യക്തമായ ഒരു രൂപമില്ല. അപ്പോൾ അവൾ ഗാർഡനിലുണ്ടാവും, ഗാർഡനിലുണ്ടായിരിക്കാം എന്നാണ് പറയുന്നത്. അതൊരു നമ്മൾക്ക് കൃത്യമായി അറിയാമെങ്കിൽ ഗാർഡനിലുണ്ട് എന്ന് പറയാം. ഇത് ഗാർഡനിലാണോ എന്ന് വ്യക്തമായൊരു അറിവില്ല, പക്ഷേ നമ്മളൊന്ന് ഗസ് ചെയ്യണം, അവൾ ഗാർഡനിലുണ്ടാകാം, അതല്ലെങ്കിൽ അവൾ ടി വിയുടെ മുമ്പിലുണ്ടാകാം എന്നൊക്കെ. അപ്പോൾ ടി വി റൂം ഇരിക്കുന്ന സ്ഥലത്ത് അവൾ ഇരിക്കുന്നുണ്ടാകാം എന്ന് ഗസ് ചെയ്തിട്ടാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, നമ്മൾ ഗസ് ചെയ്തിട്ട് പറയുന്ന ചില കാര്യങ്ങളില്ലേ, അതും പ്രസൻറ്റ് ടൈമിൽ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. എവിടെ സിസ്റ്റർ എവിടെ? അവൾ ഗാർഡനിലുണ്ടാകാം, അവൾ ടി വി റൂമിലുണ്ടാകാം. ഇങ്ങനെയൊക്കെ നമ്മൾ ഗസ് ചെയ്തിട്ട് പറയുമ്പോഴാണ് ഈ മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി ഉപയോഗിക്കുന്നത്. പിന്നെ മേ ബി ഉപയോഗിക്കുന്നത് എവിടെയാണ്, മൈറ്റ് ബി ഉപയോഗിക്കുന്നത് എവിടെയാണ് എന്നതിന് ചെറിയ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഗസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ഉറപ്പിച്ച് നമ്മൾ ഗസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് ഉറപ്പൊന്നുമില്ല, പക്ഷേ ഒരു ചെറിയ ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ ചാൻസ് എന്ന് പറയുമ്പോൾ ഒരു 20% ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മൈറ്റ് ബി ആണ് ഉപയോഗിക്കേണ്ടത്. അവൾ ഗാർഡനിൽ ഉണ്ടാകാം, ഒരു പക്ഷേ ഉണ്ടാകാം. ഇനി അത് തന്നെ മേ ബി ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമുക്ക് ഒരു 50% ഉറപ്പാണ്, അവൾ ഗാർഡനിൽ ഉണ്ടാകാം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഗസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ്, നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. അതും പ്രസൻറ്റ് ടൈമിൽ നിന്നുകൊണ്ട് പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. അവൾ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാകാം, അവൾ കിച്ചണിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാകാം എന്നൊക്കെ പറയില്ലേ, അത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസുകൾ ഓരോന്നായിട്ട് നോക്കാം. അതിൻ്റെ ട്രാൻസ്ലേഷൻ കൂടി ആകുമ്പോൾ വളരെ കൃത്യമായിട്ട് ഈ സ്ട്രക്ചർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാവും. അവൾ ഗാർഡനിൽ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഗാർഡനിൽ ഉണ്ടാകാം. ഷീ മേ ബി ഇൻ ദ ഗാർഡൻ. നോക്കൂ, ഷീ കഴിഞ്ഞിട്ട് മേ ബി ഉപയോഗിച്ചു, പിന്നെ ഓബ്ജക്റ്റ് ഇൻ ദ ഗാർഡൻ. ഷീ മേ ബി ഇൻ ദ ഗാർഡൻ. ഇത് തന്നെ നമുക്ക് ഒരു മൈറ്റ് ബി ഉപയോഗിച്ചിട്ടും പറയാം. ഷീ മൈറ്റ് ബി ഇൻ ദ ഗാർഡൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒട്ടും വളരെ ചെറിയ ഒരു ചാൻസേ ഉള്ളവൾ ഗാർഡനിൽ ഉണ്ടാകാൻ. ഷീ മൈറ്റ് ബി ഇൻ ദ ഗാർഡൻ. അപ്പോൾ മേ ബി ആൻഡ് മൈറ്റ് ബി ഉപയോഗിക്കുമ്പോൾ അത്രയേ വ്യത്യാസമുള്ളൂ. പിന്നെ പ്രസൻറ്റ് ടൈമിലെ കാര്യം പറയുമ്പോൾ, പ്രസൻറ്റ് ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോഴാണ് നമ്മൾ മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി പ്ലസ് ഓബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഷീ മേ ബി ഇൻ ദ ഗാർഡൻ, ഷീ മൈറ്റ് ബി ഇൻ ദ ഗാർഡൻ. മേ ബി ഇൻ ദ ഗാർഡൻ എന്ന് പറയുമ്പോൾ 50% ഷുവർ. മൈറ്റ് ബി ഇൻ ദ ഗാർഡൻ എന്ന് പറയുമ്പോൾ 20% നമുക്ക് ഉറപ്പുള്ളൂ. മൈ ഫാദർ മേ ബി ഇൻ ദ ഓഫീസ്. എൻ്റെ ഫാദർ ഓഫീസിലുണ്ടാകാം. ചിലപ്പോൾ ഓഫീസിൻ്റെ പുറത്ത് സൈറ്റ് വർക്കിനൊക്കെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഓഫീസിലുണ്ടാകാം, ഒരു ഉറപ്പില്ലാതെ പറയുകയാണ്. ഹീ മൈറ്റ് ബി ഇൻ ദ ഓഫീസ്. മൈറ്റ് ബി എന്ന് പറയുമ്പോൾ 20% മാത്രം ഷുവർ. ഹീ മേ ബി ഇൻ ദ ഓഫീസ് എന്ന് പറയുമ്പോൾ ഒരു 50% ഒക്കെ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് മേ ബി എന്ന് ഉപയോഗിക്കാം. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെ വേണമെങ്കിലും മേ ബി ആൻഡ് മൈറ്റ് ബി ഉപയോഗിക്കാം. മാത്രമല്ല പ്രസൻറ്റ് ടൈമിൽ നിന്നുകൊണ്ട് പ്രസൻറ്റ് ടൈമിലെ കാര്യത്തെപ്പറ്റി ഗസ് ചെയ്യുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. ഷീ മൈറ്റ് ബി ഇൻ ദ പാർക്ക്. അവൾ പാർക്കിലുണ്ടാകാം. ഷീ മേ ബി ഇൻ ദ പാർക്ക്. അപ്പോഴും ഗസ്സിങ് തന്നെയാണ്, പക്ഷേ കുറച്ചുകൂടി ഉറപ്പിലാണ് മേ ബി ഉപയോഗിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ അതാണ് മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി പ്ലസ് ഓബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. ഇനി അവൾ സങ്കടത്തിലായിരിക്കാം. ഇപ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ, ആളുടെ ഫേസൊക്കെ കാണുമ്പോൾ വളരെ ഒരു വിഷമം നമുക്ക് തോന്നുന്നു. അപ്പോൾ ഷീ മേ ബി സാഡ്. അവൾ സങ്കടത്തിലായിരിക്കാം. ഷീ മൈറ്റ് ബി സാഡ്. അവൾ സങ്കടത്തിലായിരിക്കാം. അതും
ഗസ് ചെയ്യുന്നതാണ്. അവളുടെ ഫേസൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു, പക്ഷേ ഒന്നും തുറന്നു പറയുന്നും ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാം, ഷീ മേ ബി സാഡ്, ഷീ മൈറ്റ് ബി സാഡ്. അതുപോലെ തന്നെ ഷീ മേ ബി ഹാപ്പി, ഷീ മൈറ്റ് ബി ഹാപ്പി. ഷീ മേ ബി എക്സൈറ്റഡ്, ഷീ മൈറ്റ് ബി എക്സൈറ്റഡ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. അവിടെ ആ ഗസ്സിങ്ങിൻ്റെ ഒരു ചാൻസസ് എത്രയുണ്ട് എന്ന് നമ്മൾക്ക് എത്രമാത്രം ഉറപ്പുണ്ട് എന്നതിനനുസരിച്ച് മേ ബി ആൻഡ് മൈറ്റ് ബി മാറി മാറി ഉപയോഗിക്കാം. അവൻ പാർക്കിൽ ആയിരിക്കാം, ഹീ മേ ബി ഇൻ ദ പാർക്ക്. അതുപോലെ തന്നെ ഹീ മൈറ്റ് ബി ഇൻ ദ പാർക്ക് റൈറ്റ് നൗ. ഇപ്പോൾ ഈ സമയത്തെ കാര്യമാണ് പറയുന്നത്. ഹീ മേ ബി ഇൻ ദ പാർക്ക് റൈറ്റ് നൗ. അവൻ ഇപ്പോൾ പാർക്കിലുണ്ടാകാം. ഹീ മേ ബി ഇൻ ദ പാർക്ക്, അതുപോലെ ഹീ മൈറ്റ് ബി ഇൻ ദ പാർക്ക് ഉപയോഗിക്കാം. ഈ സമയത്ത് അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കാം. ഷീ മൈറ്റ് ബി വിത്ത് ഹർ ഫ്രണ്ട് റൈറ്റ് നൗ. ഇപ്പോൾ അവൾ അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരിക്കാം ഈ സമയത്ത്. അവിടെ നമുക്ക് മേ ബിയും മൈറ്റ് ബി ഉപയോഗിക്കാം, നമ്മൾ എത്ര ഉറപ്പ് ആ ഒരു കാര്യത്തിന് കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ. ഷീ മൈറ്റ് ബി വിത്ത് ഹർ ഫ്രണ്ട് അറ്റ് ദിസ് ടൈം. ഷീ മേ ബി വിത്ത് ഹർ ഫ്രണ്ട് അറ്റ് ദിസ് ടൈം. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി പിന്നെ ഓബ്ജക്റ്റ് ഉപയോഗിച്ചു. ഇതല്ലാതെ നമുക്ക് ഒരു പ്രസൻറ്റ് ടൈമിൽ തന്നെ അവൻ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്ന് പറയാം. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, റൂമിലായിരിക്കാം, പാർക്കിലായിരിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കിങ്ങനെയും പറയാമല്ലോ, അവനിപ്പോൾ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, വാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരിക്കാം എന്നാണ്. അത് അവിടെയും ഗസ്സിങ് ആണ്. അവൻ മുകളിലാണ് ടി വി റൂം, അപ്പോൾ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുന്നത് നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. നമുക്ക് ഉറപ്പില്ല എന്തവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഹീ മൈറ്റ് ബി വാച്ചിങ് ടി വി. ഹീ മൈറ്റ് ബി വാച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഉറപ്പൊന്നുമില്ല, ഒരു 20% ചാൻസ്. അപ്പോൾ അവൻ ടി വി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ വേറൊരു സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. ഹീ മൈറ്റ് ബി പ്ലസ് ING ഫോം ഓഫ് എ വേർബാണ് വാച്ചിങ് എന്നുപയോഗിച്ചത്. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാണ് പറയുന്നത്. മൈ മദർ മേ ബി കുക്കിംഗ് ഇൻ ദ കിച്ചൺ റൈറ്റ് നൗ. ഈ സമയത്ത് എൻ്റെ മദർ വീട്ടിൽ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അവിടെയും നമ്മളൊരു ആക്ടിവിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഒരു ആക്ഷൻ ഉണ്ട് അവിടെ, കുക്ക് ചെയ്യുക എന്ന ആക്ഷൻ. അപ്പോൾ കുക്കിംഗ് എന്നുപയോഗിച്ചു. അവിടെ മേ ബി അല്ലെങ്കിൽ മൈറ്റ് ബി ഉപയോഗിക്കാം, നമ്മൾ എത്ര ഉറപ്പ് അതിന് കൊടുക്കുന്നു എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഷീ മൈറ്റ് ബി, മൈ മദർ മേ ബി കുക്കിംഗ് ഇൻ ദ കിച്ചൺ റൈറ്റ് നൗ. മൈ മദർ മൈറ്റ് ബി അല്ലെങ്കിൽ മേ ബി അവിടെ ഉപയോഗിക്കാം. ഇപ്പോൾ ഈ സമയത്ത് അവൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാവും ഈ സമയത്ത്, പ്രസൻറ്റ് ടൈമിലാണ് കേട്ടോ, അതൊട്ടും മറക്കരുത്. അപ്പോൾ മൈ ഫ്രണ്ട്, അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഈ സമയത്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. മൈ ഫ്രണ്ട് മേ ബി ട്രാവലിംഗ് റൈറ്റ് നൗ. മൈ ഫ്രണ്ട് മൈറ്റ് ബി ട്രാവലിംഗ് റൈറ്റ് നൗ. ഇപ്പോഴത്തെ കാര്യമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള സ്ട്രക്ചർ പാസ്റ്റ് ടെൻസിലെ ഗസ്സിങ്ങിനെ പറ്റിയാണ്. പാസ്റ്റ് ടെൻസിലെ ഗസ്സിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്നലെ, അതല്ലെങ്കിൽ 2 ദിവസം മുൻപ്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം, അതല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഒക്കെ നടക്കുന്ന ചില കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങളെപ്പറ്റി നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ ഗസ്സിങ് നടത്തുന്നു. ഇപ്പോൾ ചില അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ആ സമയത്ത് എല്ലാവരും ഉറങ്ങുകയായിരുന്നിരിക്കാം എന്ന്. ഉറങ്ങുകയായിരുന്നിരിക്കാം. ഇപ്പോൾ ട്രെയിൻ ആക്സിഡൻ്റൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറില്ലേ, ആ സമയത്ത് എല്ലാ ആളുകളും ഉറങ്ങുകയായിരുന്നിരിക്കാം. ആ ഒരു സമയം നോക്കുമ്പോൾ നമ്മൾ ഗസ് ചെയ്യുന്ന, നമുക്ക് ഉറപ്പില്ല എന്താ അവർ ആ സമയത്ത് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. അതല്ലെങ്കിൽ ആ സമയത്ത് എല്ലാവരും റൂമിലായിരുന്നിരിക്കാം, എല്ലാവരും ഓഫീസിലായിരുന്നിരിക്കാം, ആ സമയത്ത് എല്ലാവരും പുറത്തായിരുന്നിരിക്കാം എന്നൊക്കെ പറയാം. ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യത്തെപ്പറ്റി നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞുപോയ ആ സംഭവം, പക്ഷേ അതിനെപ്പറ്റി നമ്മൾ ചില ഗസ്സിങ് നടത്തുന്നതാണ്. അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് മൈറ്റ് ഹാവ് ബീൻ, അതല്ലെങ്കിൽ മേ ഹാവ് ബീൻ പ്ലസ് ഓബ്ജക്റ്റാണ്. ഇപ്പോൾ അവൻ ആ സമയത്ത് പാർക്കിലായിരുന്നിരിക്കാം. പാർക്കിലൊരു പ്രശ്നം ഉണ്ടായി, അപ്പോൾ ആ സമയത്ത് അവൻ പാർക്കിലായിരുന്നിരിക്കാം എന്ന് പറയുമ്പോൾ ഹീ മൈറ്റ് ഹാവ് ബീൻ ഇൻ ദ പാർക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഹീ മൈറ്റ് ഹാവ് ബീൻ ഇൻ ദ പാർക്ക് അറ്റ് ദാറ്റ് ടൈം.
അതല്ലെങ്കിൽ ഹി മേ ഹാവ് ബീൻ ഇൻ ദ പാർക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അവൻ പാർക്കിലായിരുന്നിരിക്കാം. മേ ഹാവ് ബീൻ, മൈറ്റ് ഹാവ് ബീൻ മാറി മാറി ഉപയോഗിക്കാം. അത് 20% ചാൻസ് ആണെങ്കിൽ മൈറ്റ് ഹാവ് ബീൻ. അതല്ല, നമുക്ക് 50% ചാൻസ് ആണ് അവൻ ആ സമയത്ത് പാർക്കിൽ തന്നെ ഉണ്ടായിരുന്നിരിക്കാം എന്നത്. അപ്പോൾ നമ്മൾ മൈറ്റ് ഹാവ് ബീൻ അല്ല മേ ഹാവ് ബീൻ ഉപയോഗിക്കുക. ആ സമയത്ത് കഴിഞ്ഞുപോയി. അപ്പോൾ ദേ മേ ഹാവ് ബീൻ ഇൻ ദ ഓഫീസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അവർ ഓഫീസിനുള്ളിലായിരുന്നിരിക്കാം എന്നാണ്. ദേ മേ ഹാവ് ബീൻ അല്ലെങ്കിൽ ദേ മൈറ്റ് ഹാവ് ബീൻ ഉപയോഗിക്കാം നമ്മുടെ ഉറപ്പ് അനുസരിച്ച്. ഈ പാർക്കിലായിരിക്കാം, ഓഫീസിലായിരിക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം, ഉറങ്ങുകയായിരുന്നിരിക്കാം, അവരെല്ലാവരും TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം എന്നൊക്കെ പറയില്ല. ഒരു കാര്യം ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം എന്ന്, അതായത് അതൊരു ഗസ്സിങ് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് അവൾ കിച്ചണിൽ കുക്ക് ചെയ്യുകയായിരുന്നിരിക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഷീ മൈറ്റ് ഹാവ് ബീൻ കുക്കിംഗ് ഇൻ ദ കിച്ചൺ അറ്റ് ദാറ്റ് ടൈം. ദേ മൈറ്റ് ഹാവ് ബീൻ വാച്ചിങ് TV അറ്റ് ദാറ്റ് ടൈം. അതായത് ആ സമയത്ത്, കഴിഞ്ഞുപോയി ആ സമയം. അതല്ലെങ്കിൽ നമുക്ക് യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം അവരെല്ലാവരും ആ സമയത്ത് അത് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നിരിക്കാം എന്ന് നമ്മൾ ഗസ് ചെയ്യുകയാണ്. അങ്ങനെ ആയിരുന്നിരിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയില്ലേ, അതാണ്. അപ്പോൾ പാസ്റ്റ് ടൈമിൽ ഗസ്സിങ്ങിന് സബ്ജക്റ്റ് പ്ലസ് മൈറ്റ് ഹാവ് ബീൻ അല്ലെങ്കിൽ മേ ഹാവ് ബീൻ. അത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു വേർബിൻ്റെ ING ഫോം, നമ്മളൊരു ആക്ഷനാണ് അവിടെ പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുകയായിരുന്നിരിക്കാം എന്നാണെങ്കിൽ അവിടെ ഒരു ആക്ഷനാണ്. അവിടെ എന്ത് ചെയ്യുകയായിരിക്കാം എന്ന ആ ഒരു വേർബിൻ്റെ കൂടെ ING ഫോം ചേർക്കുക. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം എന്ന് പറയുമ്പോൾ മൈറ്റ് ഹാവ് ബീൻ കുക്കിംഗ് അല്ലെങ്കിൽ മേ ഹാവ് ബീൻ കുക്കിംഗ്. അതല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം എന്ന് പറയുമ്പോൾ മേ ഹാവ് ബീൻ ട്രാവലിംഗ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ബീൻ ട്രാവലിംഗ് എന്നുപയോഗിക്കാം. ഇനി ഒരു എക്സാമ്പിൾ, ഷീ മൈറ്റ് ഹാവ് ബീൻ ബിസി എന്ന് പറഞ്ഞാൽ അവൾ ബിസി ആയിരുന്നിരിക്കാം. നോക്കൂ, മൈറ്റ് ഹാവ് ബീൻ കഴിഞ്ഞിട്ട് അവിടെ ഒരു ആക്ഷനൊന്നുമില്ല, അത് ഒരു അഡ്ജക്റ്റീവാണ്. ബിസി ആയിരിക്കുക എന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഷീ മൈറ്റ് ഹാവ് ബീൻ ബിസി അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അവൾ ബിസി ആയിരുന്നിരിക്കാം, അതുകൊണ്ടാണ് നിൻ്റെ ഫോൺ എടുക്കാതിരുന്നത്. ഷീ മൈറ്റ് ഹാവ് ബീൻ ബിസി. അതും ഷീ മേ ഹാവ് ബീൻ ബിസി എന്നും നമുക്ക് പറയാം. ഇനി അതല്ല, ഒരു വേർബാണ്. അവൾ ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഷീ മൈറ്റ് ഹാവ് ബീൻ ഈറ്റിംഗ് അറ്റ് ദാറ്റ് ടൈം. ഷീ മൈറ്റ് ഹാവ് ബീൻ ഈറ്റിംഗ്. നോക്കൂ, ഈറ്റ് എന്ന വേർബിൻ്റെ കൂടെ ING ചേർത്തു. അവിടെ വേറൊരു സ്ട്രക്ചറാണ്. മൈറ്റ് ഹാവ് ബീൻ അല്ലെങ്കിൽ മേ ഹാവ് ബീൻ കഴിഞ്ഞിട്ട് നമ്മൾ വേർബിൻ്റെ ING ഫോമാണ് ചേർക്കുന്നത്. അവൾക്ക് ആ സമയത്ത് സുഖമില്ലാതിരുന്നിരിക്കാം. ഷീ മൈറ്റ് ഹാവ് ബീൻ ഇൽ അറ്റ് ദാറ്റ് ടൈം. ഷീ മൈറ്റ് ഹാവ് ബീൻ ഇൽ അറ്റ് ദാറ്റ് ടൈം. അവൾ ആ സമയത്ത് അവൾക്ക് സുഖമില്ലാതിരുന്നിരിക്കാം. മൈറ്റ് ഹാവ് ബീൻ ഇൽ. നോക്കൂ, മൈറ്റ് ഹാവ് ബീൻ എന്ന് കഴിഞ്ഞിട്ട് ഇൽ എന്ന അഡ്ജക്റ്റീവാണ് ഉപയോഗിച്ചത്. ഷീ മൈറ്റ് ഹാവ് ബീൻ ഡ്രൈവിംഗ് അറ്റ് ദാറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം. മൈറ്റ് ഹാവ് ബീൻ ഡ്രൈവിംഗ്. അപ്പോൾ ഡ്രൈവ് എന്ന വേർബിൻ്റെ കൂടെ ING ചേർത്തു. അപ്പോൾ ഒരു ആക്ഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നതിൽ നമ്മൾ ING ഫോം ചേർക്കണം. ഇനി മൈറ്റ് ഹാവ് അല്ലെങ്കിൽ മേ ഹാവ്, അതിന് വേറൊരു ഉപയോഗമുണ്ട്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കിച്ചണിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ ആരാ കുക്ക് ചെയ്തത്? ആരാണ് ഈ ബിരിയാണി ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാണ്? ഓ, ഷീ മൈറ്റ് ഹാവ് കുക്ക്ഡ്. ഷീ മൈറ്റ് ഹാവ്, അവൾ കുക്ക് ചെയ്തിട്ടുണ്ടാകാം. അതും നമ്മൾ ഗസ് ചെയ്യുന്നതാണ്. ഷീ മൈറ്റ് ഹാവ് കുക്ക്ഡ്, ഷീ മേ ഹാവ് കുക്ക്ഡും ഉപയോഗിക്കാം. ഇവിടെ നോക്കൂ, മേ ഹാവ് കഴിഞ്ഞിട്ട് വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിച്ചത്. വേർബിൻ്റെ V3 ഫോം കുക്ക്ഡ്. ഓ, ആരാണ് ഈ റൂമൊക്കെ ക്ലീൻ ചെയ്തത്? ഷീ മൈറ്റ് ഹാവ് ക്ലീൻഡ്. ഷീ മൈറ്റ് ഹാവ് ക്ലീൻഡ്. അതല്ലെങ്കിൽ ഷീ മേ ഹാവ് ക്ലീൻഡ്. നമ്മൾ അതും ഉറപ്പില്ല. ഉറപ്പാണെങ്കിൽ നമുക്ക് പറയാം ഷീ ഹാസ് ക്ലീൻഡ് എന്ന് പറയാം. ഇത് ഷീ മൈറ്റ് ഹാവ് ക്ലീൻഡ് അല്ലെങ്കിൽ ഷീ മേ ഹാവ് ക്ലീൻഡ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസാണ്. അവൾ കുക്ക് ചെയ്തിട്ടുണ്ടാകാം, അവൾ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടാകാം. വാഷ് ചെയ്ത പാത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ആരാണ് ഈ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഷീ മൈറ്റ് ഹാവ് ക്ലീൻ ദ പ്ലേറ്റ്സ്. അവളായിരിക്കും അതൊക്കെ ചെയ്തത് എന്ന് നമ്മൾ ഗസ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു പാസീവ് ഫോം, ദ പ്ലേറ്റ്സ് മൈറ്റ് ഹാവ് ബീൻ ക്ലീൻഡ്. പ്ലേറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം.
അത് ആരാണെന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഒരു പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആണ്. പക്ഷേ നമ്മളവിടെ ഉപയോഗിച്ചത് ദ പ്ലേറ്റ്സ് മൈറ്റ് ഹാവ് ബീൻ ക്ലീൻഡ് എന്നാണ്. മൈറ്റ് ഹാവ് ബീൻ പ്ലസ് V3 ഫോമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അത് പാസീവ് വോയിസിലെ സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. ദ ഡ്രസ്സസ് മൈറ്റ് ഹാവ് ബീൻ വാഷ്ഡ്. ഡ്രസ്സസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടാകാം. മൈറ്റ് ഹാവ് ബീൻ അല്ലെങ്കിൽ നമുക്ക് മേ ഹാവ് ബീൻ ഉപയോഗിക്കാം കുറച്ചുകൂടി ഉറപ്പുണ്ടെങ്കിൽ. ഡ്രസ്സസൊക്കെ വാഷ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ദ ഡ്രസ്സസ് മേ ഹാവ് ബീൻ വാഷ്ഡ്. ദ ഡ്രസ്സസ് മൈറ്റ് ഹാവ് ബീൻ വാഷ്ഡ്. അപ്പോൾ ഇന്ന് പഠിച്ച സ്ട്രക്ചേഴ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. നമുക്ക് ഒന്നുകൂടി അതിന് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഷീ മേ ബി ഇൻ ദ കിച്ചൺ. അവൾ കിച്ചണിൽ ഉണ്ടാകാം. ഷീ മേ ബി ഇൻ ദ കിച്ചൺ. ഇത് തന്നെ ഷീ മൈറ്റ് ബി ഇൻ ദ കിച്ചൺ എന്നും പറയാം. അവൾ കിച്ചണിൽ ഉണ്ടാകാം. മൈറ്റ് ബി പറയുമ്പോൾ നമുക്ക് 20% ചാൻസേ ഉള്ളൂ. അതേസമയം മേ ബി പറയുമ്പോൾ 50% ചാൻസ് ഉണ്ട്. പിന്നെ പ്രസൻറ്റ് ടൈമിൽ നിന്നുകൊണ്ട് പ്രസൻറ്റ് ടൈമിലെ കാര്യമാണ് നമ്മൾ ഗസ് ചെയ്യുന്നത്. അവൾ കിച്ചണിൽ ഉണ്ടാകാം എന്ന്. ഇനി പ്രസൻറ്റ് ടൈമിൽ തന്നെ നമ്മളൊരു ആക്ഷനെ പറ്റിയാണ് പറയുന്നത് എന്ന് കരുതുക. അവൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്നുണ്ടാകാം. ഷീ മേ ബി കുക്കിംഗ് ഇൻ ദ കിച്ചൺ. നോക്കൂ, കുക്ക് എന്നതിൻ്റെ കൂടെ ING ഫോം ചേർത്തു. ഷീ മേ ബി കുക്കിംഗ് ഇൻ ദ കിച്ചൺ. അതല്ലെങ്കിൽ ഷീ മൈറ്റ് ബി കുക്കിംഗ് ഇൻ ദ കിച്ചൺ. ഇനി പാസ്റ്റിലെ കാര്യം നമ്മൾ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഗസ് ചെയ്യുന്നു. ഷീ മേ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ യെസ്റ്റർഡേ. അവൾ ഇന്നലെ കിച്ചണിൽ ആയിരുന്നിരിക്കാം. ഷീ മേ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ യെസ്റ്റർഡേ. ഇനി ഷീ മൈറ്റ് ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ യെസ്റ്റർഡേ. അവൾ ഇന്നലെ കിച്ചണിലായിരുന്നിരിക്കാം. ഉറപ്പില്ല, 20% ചാൻസേ ഉള്ളൂ. അപ്പോൾ പാസ്റ്റിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഷീ മൈറ്റ് ഹാവ് ബീൻ കുക്കിംഗ് ഇൻ ദ കിച്ചൺ യെസ്റ്റർഡേ. അവൾ ഇന്നലെ അവിടെ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നിരിക്കാം. ഷീ മൈറ്റ് ഹാവ് ബീൻ കുക്കിംഗ് ഇൻ ദ കിച്ചൺ യെസ്റ്റർഡേ. ഷീ മേ ഹാവ് ബീൻ കുക്കിംഗ് ഇൻ ദ കിച്ചൺ യെസ്റ്റർഡേ. ഇനി നടന്നു കഴിഞ്ഞ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഷീ മേ ഹാവ് കുക്ക്ഡ് ദ ഫുഡ്. അതല്ലെങ്കിൽ ഷീ മൈറ്റ് ഹാവ് കുക്ക്ഡ് ദ ഫുഡ്. അവൾ കുക്ക് ചെയ്തിട്ടുണ്ടാകാം. ആക്റ്റീവ് വോയിസിലെ സെൻറ്റൻസ് ആണത്. ദ ഫുഡ് മൈറ്റ് ഹാവ് ബീൻ കുക്ക്ഡ് ബൈ ഹർ. ഭക്ഷണം കുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ്. ദ ഫുഡ് മൈറ്റ് ഹാവ് ബീൻ കുക്ക്ഡ്. അതല്ലെങ്കിൽ ദ ഫുഡ് മേ ഹാവ് ബീൻ കുക്ക്ഡ്. അവിടെ V3 ഫോമാണ്. മേ ഹാവ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് V3 ഫോമാണ്. അപ്പോൾ മേ ഹാവ്, അതുപോലെ മൈറ്റ് ഹാവ്, മേ ഹാവ് ബീൻ, മൈറ്റ് ഹാവ് ബീൻ, മേ ബി, മൈറ്റ് ബി, ഇതൊക്കെ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്, ഏത് സിറ്റുവേഷനിലൊക്കെയാണ് എന്ന് മനസ്സിലായല്ലോ.